സോ നിങ്ങൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ അഡ്വാൻസ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അത്യാവശ്യം വോളിയുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ. സോ അപ്പൊ നമുക്കത് പഠിക്കാൻ എന്താ പറയാ അങ്ങോട്ട് കടല് പോലെ കിടക്കുകയായിരിക്കും. ഇത് പഠിച്ചിട്ടും തീരുന്നില്ല അല്ലെ. സോ നമ്മള് കരിക്കിലൊക്കെ ഒരു ഡയലോഗ് അറിയുന്നില്ലേ, നടക്കൂടെ? നീ ഈ വീഡിയോ കണ്ട 5 ദിവസം കഴിഞ്ഞ് എന്റെ പണി ഇരുന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? 5 ദിവസം കഴിഞ്ഞ് എന്റെ പാലുകാസിലാണ്. എടാ ഇതിന്റെ ഓണറിന് ഞാൻ വാക്ക് കൊടുത്തു പോയി. ഇത് നമ്മൾ നടക്കോ ഇല്ലയോ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല, നമ്മളിത് വിശ്വസിച്ച് അങ്ങോട്ട് ചെയ്യല്ലേ. അപ്പൊ നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കും. എനിക്ക് നീ എന്താ വേണ്ടേ? സോ നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്ത് അങ്ങോട്ട് പഠിക്കുകയാണ്. അപ്പൊ സെപ്റ്റംബർ 2025 നമ്മൾ എന്താ പറയാ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ എല്ലാവരും അല്ലെ. സോ അപ്പോൾ ചിലപ്പോൾ പഠിച്ച് തീരുന്നുണ്ടാവില്ല, ചിലപ്പോൾ മടുപ്പ് വരാം, വർക്കൗട്ട് ചെയ്തിട്ടും. സോ RTP, MTP, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സ്റ്റഡി മെറ്റീരിയൽ തന്നെ ചിലപ്പോൾ ഫുള്ള് കവർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ എന്താ പറയാ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകുക. പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. ഏയ് അത് പറ്റില്ല. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം, അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം, ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി കൊള്ളും. ആഹാ അത്രക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിയുള്ളൂ. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? നിങ്ങളില്ല. ഡോണ്ട് വറി, നിങ്ങൾ അഡ്വാൻസ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാതിരി പ്രാക്ടീസ് ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽ നിർബന്ധമായിട്ട് നിങ്ങൾ കവർ ചെയ്യുക. സോ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് പേപ്പർ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന്റെ മുന്നേ നിങ്ങൾ സ്വന്തമായിട്ട് ടൈം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. സോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം MCQ. നിങ്ങൾ ഡെയിലി നിങ്ങളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേസ് സിനാരിയോ വെച്ചിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് അതിന്റെ ഒരു കേസ് സിനാരിയോ ക്വസ്റ്റ്യൻസുകൾ MCQയിൽ വരാറുണ്ട്. അപ്പോൾ കേസ് സിനാരിയോ ക്വസ്റ്റ്യൻസ് ഡെയിലി നിങ്ങളൊരു ടൈമർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. മനസ്സിലായില്ലേ? സോ അപ്പൊ നമുക്ക് MCQ വർക്ക്ഔട്ട് ചെയ്യാൻ മാക്സിമം ഒരു 20 to 30 minutes ആണ് മാക്സിമം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ നിങ്ങൾ ആ ടൈമർ വെച്ചിട്ട് തന്നെ MCQ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക.